നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം മനോഹരമായൊരു ഫ്രീ കിക്ക് ഗോൾ. ഹുലിയൻ ആൽവാരസിന്റെ ടാലന്റ് നമ്മൾ കണ്ട ദിവസങ്ങളിൽ ഒന്ന്. അതിമനോഹരമായ ഫ്രീ കിക്ക് ഗോളായിരുന്നു അത്. ആ ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡ് എടുത്തതാണ്. പക്ഷേ ലലിഗയിലെ ആദ്യ മാച്ച് ഡേയിൽ അട്ടിമറി എന്ന് പറയാം. എസ്പാനിയോൾ അവരെ ഒടുവിൽ പരാജയപ്പെടുത്തി. 1-0 പുറകിൽ പോയ ടീം പിന്നീട് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ ടേൺ അറൗണ്ട് ചെയ്ത് 2-1 വിജയിച്ചു കയറി. അവർക്ക് വേണ്ടി റൂബിയോയും പെഴമില്ലയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റ നിര. ഹുലിയൻ ആൽവാരസ്, തിയാഗോ അൽമെയ്ഡ, ജിയോവാനി സിമയോണി, അർജന്റീൻ മുന്നേറ്റ നിരയും കൊണ്ടാണ് അവർ ഇറങ്ങിയത്. അൽമെയ്ഡ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഹുലിയൻ ആൽവാരസിന്റെ വക ഗോളും ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിയേഗോ സിമയോണിയുടെ കുട്ടികൾ പരാജയപ്പെട്ടു. കളിയിലെ 37-ാമത്തെ മിനിറ്റിലാണ് ഹുലിയൻ ആൽവാരസിന്റെ മാജിക് നമ്മൾ കണ്ടത്. ആ മാജിക്കിൽ അവർ ലീഡും എടുത്തു. നിരവധി അവസരങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ടാക്കിയിരുന്ന എസ്പാനിയോള് അവരുടേതായിട്ടുള്ള അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഗോൾ അടിക്കുന്ന കാഴ്ച. കളിയുടെ 73-ാമത്തെ മിനിറ്റിൽ റൂബിയോയിലൂടെ ആ ഗോൾ അവർ മടക്കിയടിച്ചു. പിന്നെ 84-ാമത്തെ മിനിറ്റിൽ പിഴയമില്ല കൂടി ഗോൾ അടിച്ചപ്പോൾ 2-1 വിജയത്തിലേക്ക് എസ്പാനിയോൾ കടന്നുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിജയമാണ്. സാധാരണ ലീഗിന്റെ ബോട്ടത്തിൽ നിൽക്കുന്ന ടീമാണ് എസ്പാനിയോൾ. ടേബിളിന്റെ തലപ്പത്ത് നിൽക്കുന്ന ടോപ്പ് ഹാഫിൽ നിൽക്കുന്ന ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ തുടക്കത്തിൽ പണി കൊടുക്കാൻ അവർക്കായിരിക്കുന്നു. ആദ്യ മത്സരം വിജയിച്ച് 3 പോയിന്റോടെ അവർ നിൽക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ മത്സരം പരാജയപ്പെട്ടിപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ താഴെയാണ് നിൽക്കുന്നത്. 16-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.